ഇതാണ് നമ്മൾ DZ500 എന്ന് പറഞ്ഞ മോഡൽ. വാക്വം മെഷീനിലെ വലിയ മോഡലുകളിൽ ഒന്നാണിത്. ഇതാണ് നമ്മുടെ ഹെഡ് വരുന്നത്. 2 ഹെഡുകളാണ് വരുന്നത്. ഇതിന് 20 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. 10 mm വീതിയാണ് ഇതിൻ്റെ സീലിങ്ങിന് വരുന്നത്. ഇപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ്സ് വെച്ച് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ മേജർ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ സ്വിച്ച് വരുന്നത്. അത് ഓൺ ചെയ്യാം. മെഷീൻ ഓണാണ്. ഇതിനകത്ത് നമുക്ക് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വാക്വമാണ് കാണിക്കുന്നത്. ആവശ്യമായ സമയം ഇതിനകത്തുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഇതിനനുസരിച്ചുള്ള സമയം നമുക്ക് സെറ്റ് ചെയ്യുക. ഇത് കൂട്ടാം, ഇത് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം സീലിംഗ് ടൈമാണ്, എത്ര സെക്കൻഡ് വേണമെന്നുള്ളത് അതും നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂളിംഗ് ടൈമാണ്, അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡബിൾ ഡോട്ട് വരും, റെഡിയാണ്. അടുത്ത സ്റ്റോപ്പ് ബട്ടനാണ് എമർജൻസി സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള. വാക്വം മീറ്ററാണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്തുമാത്രം വാക്വമായിരുന്നു ഇതിനകത്ത് കാണാൻ പറ്റും. നോർമലി നമുക്കൊരു 0.1 വരെയൊക്കെ വരുന്നതാണ് നല്ലത്. നമ്മുടെ പ്രോഡക്റ്റിനെ എന്തുമാത്രം വാക്വം ചെയ്യണം അതനുസരിച്ച് അത് മെഷർ ചെയ്യാനുള്ള മീറ്ററുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡേറ്റ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡേറ്റ്സിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോർമൽ ഇതൊരു 1 kg ഒക്കെ ചെയ്യാവുന്ന പാക്കറ്റാണ്. ഇങ്ങനത്തെ 1 kgയുടെ പാക്കറ്റ്സ് ആണെങ്കിൽ നമുക്കൊരു 2 പാക്കറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ വീതി കുറച്ചുകൂടി കുറഞ്ഞ പാക്കറ്റ്സ് ആണെങ്കിൽ അറ്റ് എ ടൈം 4 പാക്കറ്റ്സ് വരെ നമുക്ക് 1 kgയുടെ ഈ മെഷീനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിന് പ്ലേസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ക്യാഷുമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാൻഡപ്പ് പൗച്ചാണ്. ഇതും വാക്വം പൗച്ചാണ്. സ്റ്റാൻഡപ്പ് വാക്വം പൗച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് 20 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ 4 പാക്കറ്റ്സ് വരെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 സൈഡിലുമായിട്ട് ഈ 4 പാക്കറ്റ്സ് വീതം ടോട്ടൽ 8 പാക്കറ്റ് അറ്റ് എ ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇവിടെ സീലിംഗ് ഹെഡുകളിലായിട്ട് പ്ലേസ് ചെയ്യാം. ലോക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ കാഷ്യൂസ് ഇതുപോലെ സ്റ്റാൻഡപ്പ് പൗച്ചിൽ നമുക്ക് വാക്വമായി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ റെഡി ടു കുക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രഷ് മീറ്റ് നമുക്ക് ഇതിൽ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിത് അന്ന് തന്നെ യൂസ് ചെയ്യാറില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഷെൽ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു മെത്തേഡാണ് മീറ്റിനെ ഇതുപോലെ വാക്വം ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പോൾ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആയിട്ട് ഒത്തിരി ബ്രാൻഡുകൾ ഇതുപോലെ വാക്വം ചെയ്താണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിനെ പ്രോപ്പറായിട്ട് ഇത് ചെയ്യാം. നമ്മളിപ്പോൾ 1 kg വലിപ്പം വരുന്ന ബാഗ്സാണ്, പാക്ക് ചെയ്യുന്ന ബാഗ്സാണ് എടുക്കുന്നത്. നമ്മളിതിനെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ മീറ്റ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറം രാജ്യങ്ങളിലായിട്ട് ഗൾഫ് കൺട്രീസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ, ഇവിടെയായിട്ട് എല്ലാം എക്സ്പോർട്ട് പോകുന്നതിൽ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിലൊന്നാണ് നമ്മളുടെ സ്നാക്സ് വരുന്നത്. ഇപ്പോൾ പഴംപൊരി ആവട്ടെ, പരിപ്പോടി ആവട്ടെ, ഇതൊക്കെ നമ്മളുടെ നാട്ടിലെ തനതായിട്ടുള്ള പലഹാരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ അവൈലബിൾ ആവുന്നത് ഇതേപോലെ വാക്വം പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്തെത്തുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് പഴംപൊരി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പരിപ്പോടി എടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക, ലോക്ക് ചെയ്യുക, 2 ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ DZ500 വാക്വം സീലറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അതിൽ നമ്മൾ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ കാഷ്യൂസിൻ്റെ ഇതുപോലത്തെ പൗച്ചസ്, അത് നമ്മളൊരു 8 പൗച്ചസ് അറ്റ് എ ടൈം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു.
അതോടൊപ്പം തന്നെ മീറ്റ്, ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ചിക്കനാണ്. ചിക്കനെല്ലാം എങ്ങനെയാണ് നമ്മൾ 1 കിലോ വരുന്ന സൈസിലുള്ള കവറുകളാണ്. അതിനകത്ത് നമ്മൾ എങ്ങനെ 4 പാക്കറ്റ് അറ്റ് എ ടൈം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. പിന്നീട് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സ്നാക്സ് എങ്ങനെയാണ് അവർ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി വാക്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാക്യൂം പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, ഫില്ലിംഗ് മെഷീൻസ്, മറ്റ് കോഡിംഗ് മെഷീൻസ് ഇവയെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.